ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നതേ നമുക്ക് അത്യാവശ്യം കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്. ഇത്രയും ദിവസം വെയിലും മഴയും അങ്ങനെ ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ലുക്കുൻ്റെ റാഗി അങ്ങനെയുള്ള ചെറിയ ചെറിയ മില്ലറ്റ്സ് ഐറ്റംസ് എല്ലാം നമുക്ക് കഴുകിയെടുത്ത് ഉണക്കിയെടുക്കാമെന്ന് വെച്ചു. അങ്ങനത്തെ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് റാഗിയാണ്. റാഗിയുടെ മില്ലറ്റ്സാണ്. ഇത് കണ്ടില്ലേ, റാഗിയുടെ ഒരു പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല ചെളിയുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. റാഗി ചെറിയ മണിയണിയായിട്ടല്ലേ കിടക്കുന്നത്, അപ്പം അതിൻ്റേതായൊരിതുണ്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഞവടി കഴുകിയെടുക്കണം കേട്ടോ. ഇത് കഴുകും തോറും ഇതിനകത്തൊരു പൂവും കൂടെ ഉണ്ട് കേട്ടോ. ഈ റാഗിയുടെ ഈ ചീരയൊക്കെ ഇരിക്കത്തില്ലേ, അത് കണക്കാൻ തോന്നുന്നു റാഗി ഇരിക്കുന്നത്. അപ്പം ആ ഫ്ലവറിൻ്റെ അകത്ത് ഈ അരി ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ റാഗി എത്രയുണ്ടോ അത് കണക്ക് തന്നെ ഈ പൂവും ഉണ്ട്. അങ്ങനെ നമ്മൾ വെള്ളത്തിൽ അത്യാവശ്യം നന്നായിട്ട് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അരിച്ച് കഴുകണം. പിന്നെ അതിൻ്റെ പൂക്കളെല്ലാം അപ്പം നമ്മൾ വെള്ളം നന്നായിട്ട് ശക്തി കൊഴിച്ച് കഴുകും തോറും ഒഴുക്ക് വെള്ളത്തിൽ കഴുകുന്നതായിരിക്കും ഏറ്റവും നല്ലത്, എനിക്ക് അങ്ങനെ തോന്നുന്നത്. എന്നാൽ ഞാൻ അല്ലാതെ കഴുകും തോറും ഈ പൂ കയറി ഇങ്ങനെ ഏറി വരുത്തതേ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ കഴുകി ശീലിച്ച് ഇപ്പം എനിക്കത് ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇതാ അത്യാവശ്യം കണ്ടില്ലേ, ഇതിൽ പൂവുണ്ട്, കിടപ്പുണ്ട്. നമ്മളിങ്ങനെ എടുക്കും തോറും ഇങ്ങനെ വരും. പിന്നെ റാഗിലെ ആ ചെളിയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു അരിപ്പ പാത്രം എടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ തുണികൾ കുറച്ച് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ ഉണക്കാനും ഒക്കെ ആയിട്ട് ഞാൻ എടുത്താൽ കേട്ടോ, അരിക്കാനും ഒക്കെ ഇങ്ങനെ ഇത് നല്ലതായിരിക്കും. അങ്ങനെ കുറച്ച് നമ്മൾ ഇട്ട് വെച്ചിട്ട് ഇത് ഡയറക്റ്റ് ഞാനിങ്ങനെ അരിച്ച് അതായത് ഇതിനകത്ത് ചെറിയ കല്ല് കാണും, അത് നമ്മളിങ്ങനെ അരിച്ച് മാറ്റണം. അതായിരിക്കും നല്ലതില്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ പൊടിക്കുന്ന സമയത്ത് ഈ കല്ലും കൂടെ അതിനകത്തങ്ങ് പൊടിഞ്ഞു പോകും. തീരെ ചെറിയ കല്ലായിരിക്കും കേട്ടോ കിടക്കുന്നത്. അങ്ങനെ നന്നായിട്ട് കൈയിട്ട് ഇങ്ങനെ അരിച്ചെടുക്കണം. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം കേട്ടോ ഇതിങ്ങനെ അരിച്ചെടുക്കാൻ. എനിക്ക് ഇത് ശീലമായതാണ് കേട്ടോ, എനിക്കിത് അറിയത്തേ ഇല്ലായിരുന്നു ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അങ്ങനെ ഞാനിത് അത്യാവശ്യം അരിച്ചെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തത് നമ്മുടെ ഞവര അരിയാണ്. ഇത് ഞവര അരി ഞാൻ കുഞ്ഞിന് കഞ്ഞിയാക്കാൻ എടുത്തത് കേട്ടോ. പക്ഷേ ഇത് അത്യാവശ്യം നല്ല വേവുണ്ട്. അപ്പോൾ എനിക്ക് എളുപ്പത്തിന് ഈ ഞവര അരി കഴുകിയെടുത്ത് നമുക്ക് പൊടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പം എളുപ്പം കഞ്ഞിയായിട്ട് എടുക്കുകയും ചെയ്യാം. നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. കുഞ്ഞിന് കഴിക്കാനൊരു എളുപ്പമാവും. ഇത് മറ്റേ ചോറ് പോലല്ല, പൊടിച്ച് കഞ്ഞിയായിട്ട് നമ്മൾ അങ്ങനെ കുഞ്ഞിന് കൊടുക്കുമ്പം ഇത് ഭയങ്കര സോഫ്റ്റ് കേട്ടോ, പഞ്ഞിക്കകത്ത് തൊടുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് അഴുക്ക് കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു കല്ലും ഇതിനകത്ത് അത്രയും കണ്ടില്ലേ, എന്നാലും അഴുക്കുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് റാഗി എടുത്ത പോലെ തന്നെ ഞാൻ കുറേ വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ അതും ഞാൻ റാഗി കണക്ക് തന്നെ കഴുകി മാറ്റി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതും ഞാൻ ഒരു തുണി എടുത്തിട്ട് അതേ കണക്ക് നമ്മൾ റാഗി എങ്ങനെയാണോ ഉണക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെ ഞാൻ ഈ ഞവരേരിയും ഉണക്കാനിടുന്നുണ്ട്. ഞവരേരി പിന്നെ കുറച്ചേ ഉള്ളായിരുന്നു, ഇത് പകുതിയുള്ളൂ. കാരണം ഞാൻ കുക്കറിലിട്ട് വേവിക്കും തോറും ഇതിന് വേവ് കൂടുതലാണ്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ രണ്ടും എടുത്ത് നേരെ വെയിലത്ത് വെക്കാനുള്ള പരിപാടിയാണ്. എന്നുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു വെയിലിന്. ഒരു 10 മണിയൊക്കെ ആയതേ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്കും നല്ല ചൂട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ നോക്കുന്ന എന്താണെന്നോ, ഇതിൻ്റെ സൈഡിൽ കൂടെ അത്യാവശ്യം ഏറെ വെള്ളം വരുന്നുണ്ടായിരുന്നു. ഈ റാഗി അത് ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ടാണ് കേട്ടോ. അങ്ങനത്തെ എല്ലാം ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഏകദേശം. പിന്നെ ഈ സമയത്തായതുകൊണ്ട് പ്രാവും ഒന്നും വരുത്തില്ല. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ അത് ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഞവരേരി അത്യാവശ്യം എല്ലാം വെള്ളമൊക്കെ പോയി ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് മുറത്തിനകത്തോട്ട് അതിങ്ങനെ നിരത്തി ഇട്ടതാണ് കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പം കിട്ടുമായിരുന്നു. റാഗി പിന്നെയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് നമ്മൾ നേരെ ഇത് പൊടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാവേ. ടാറ്റാ, ബൈ ബൈ. Please subscribe.